കേട്ടു. നറുനിലാവിൽ കുളിച്ചുണർന്നു നവനീത ചന്ദ്രിക പോലെ. നായ്ക്കനാലില്ലം പ്രൗഢി കൊണ്ടു നിന്ന കാല നാരായണ തമ്പ്രാനും നളിനി തമ്പ്രാട്ടിക്കും പുന്നെല്ലിൻ നിറമൊത്തൊരു പെൺമണി പിറന്നു അന്നൊരു നാളിൽ. സ്വപ്നത്തിൽ നാഗദർശനമുണ്ടായി തമ്പ്രാന്. പ്രശ്നം വച്ചറിഞ്ഞു പുത്രി നാഗകന്യക തന്നെ. പാവാട പ്രായം കഴിഞ്ഞിട്ടും പെണ്ണവൾ പ്രായം തികയാതെ വളർന്നു. കുരുടിയും കാക്കോടകനും കൂട്ടായി വന്നു. രാത്രിയിൽ കിന്നാരം ചൊല്ലിയിരുന്നു കൺമണിയാം കന്യക. അവൾ വളർന്നു, അവളുടെ സിദ്ധികൾ അറിഞ്ഞു. അവളൊന്നു തൊട്ടാൽ ഉഗ്രവിഷബാധ ഏറ്റവർ പോലും ഉണർന്നെഴുന്നേൽക്കും. രാജരാജ പെരുമാളും നാടുവാഴി രുദ്രനും നവജീവിതമേകിയ കഥകൾ നാടറിഞ്ഞു. അന്നൊരു ആയില്യം നാളിൽ തീയാത്തിത്തേവിയുടെ കുടിയിൽ കരുമാടി ചക്കരെ കരിനാഗം തീണ്ടിയത് കടം കഥയോ. രോമകൂപങ്ങളിൽ രക്തം പൊടിഞ്ഞവൻ കരിനീല നിറമായി വിറച്ചു. കരൾ പൊട്ടി ചൊല്ലിയിട്ടും കണ്ണുനീർ വാർത്തിട്ടും കാണിക്കയില്ലാതെ മരുന്നില്ല എന്ന് ഏവന്മാർ വൈദ്യർ വിധിച്ചു. കാക്കയ്ക്കും തൻ കുഞ്ഞു പൊന്നല്ലേ തീയാത്തിയാകിനും കായയല്ലേ. വിളിച്ചിട്ടും ഉണരാതെ കണ്ണിമ ചിമ്മാതെ കിടക്കുന്ന പൈതലെ വാരിയെടുത്ത് നായ്ക്കനാലില്ലം തേടി പാഞ്ഞു. ആ ഉമ്മനം പടിയിൽ വെച്ചു കേണു. നിലവിളി കേട്ട് ഓടി വന്നു ഇല്ലത്തെ മേലാള. ആരവിടെ? ഇവളെ പിടിച്ചു പുറത്താക്ക്. ആ പടിപ്പുരവാതിൽ അടച്ചുപൂട്ടു. നായ്ക്കനാൽ വാഴും നല്ലമ്മ പെൺമണിയെ കാക്കേണം തേയി പെറ്റ കരുമാടിയേ. മണ്ണിലിടയും നാഗം പെൺമണിയായി ചമഞ്ഞോൾക്ക് തീയനും തമ്പ്രാനും വേർതിരിവുണ്ടോ? നാഗകന്യകയായാലും ഇന്നേക്ക് മൂന്നാം നാൾ നിനക്ക് ഭ്രഷ്ട്. തീയനും ചെറുമനും ഇനി നിനക്ക് കൂട്ട്. ജ്വലിക്കുന്ന വിഴികളെ ജന്മമേകിയോർ ജലപാനമേകാതെ അടച്ചുപൂട്ടി. 3 നാൾ അറ തുറന്നതില്ല, പിണ്ടമൊരുക്കി. ഭ്രഷ്ടിനു നേരമായി അറവാതിൽ മെല്ലെ തുറന്ന നേരം തട്ടോളം വളർന്നൊരു പുറ്റ്. പുറ്റിന്റെ അറ്റത്തൊരു പൊത്ത്. പൊത്തിനുള്ളിൽ നിന്നും പൊങ്ങിത്തിളങ്ങിയ നാഗത്തലപ്പത്ത് ഒരു മുത്ത്. അത് സർപ്പസിദ്ധിയേകിയ പൊന്മുത്ത്. അന്നു തൊട്ടാ പടിപ്പുര മുറ്റത്ത് തീയനും തമ്പ്രാനും ഒരു മനസ്സ്. ഏതു ഉഗ്രവിഷമേറ്റ മാനവനും ഭേദമില്ലാതെ ഒരേ മനസ്സ്. നാടുതെളി